ഇന്ന് നമുക്ക് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ജേണൽ ചെയ്താലോ? ജേണൽ ചെയ്യാനായിട്ട് അതിൻ്റെ ഡയറി വേണം. ഡയറി നമ്മൾ വാങ്ങുന്നൊന്നുമില്ല, ജസ്റ്റ് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരേ സൈസിലുള്ള പേപ്പേഴ്സ് ഇതുപോലെ മടക്കിയെടുക്കണം. ഏകദേശം ഞാനൊരു 10 പേപ്പേഴ്സ് എടുത്തിട്ടാകുമ്പം ഇതുപോലെ മടക്കിയിട്ട് എല്ലാം ഒന്നങ്ങനെ ചെയ്താൽ നമുക്ക് 20 പേപ്പേഴ്സ് കിട്ടില്ല ഒരു ഡയറീൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് അതുപോലെ കിട്ടണം. ഇനി ഇതാ ഞാനെല്ലാം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടൊരു 100K നിങ്ങൾ എനിക്ക് ആക്കിത്താ. അപ്പം ഞാൻ ബാക്കിയെല്ലാം വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നെക്സ്റ്റ് ഇതാ ഞാൻ അതെല്ലാം അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതെല്ലാം ഒരുമിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റാപ്ലർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബുക്കിൻ്റെ ഷേപ്പിൽ നമുക്കായി കിട്ടും. കണ്ടില്ലേ, ഏകദേശം ഒരു ബുക്കിൻ്റെ ആ ഒരു ലുക്കൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. എന്നാലും ഇതിൻ്റെ പേജ് വളരെ കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പേഴ്സ് എടുക്കുമ്പം അധികം കൂട്ടിയെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു കളർ പേപ്പറോ എന്തെങ്കിലും എടുക്കാം. ഇതെൻ്റെ കൈമിൽ ബാക്കി ഉണ്ടായിരുന്ന കളർ പേപ്പേഴ്സാണ്, ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് ഗ്രീൻ കളറാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതാ ഒരു സ്റ്റാപ്ലർ ചെയ്ത ഭാഗത്ത് ഒട്ടിക്കാനായിട്ടാണ്. ഇനി ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഗമ്മാക്കിയിട്ടുണ്ട്. ഗം അപ്ലൈ ആയി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഇലത്തോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കണം. എൻ്റെ കൈമൽ ഈ ഒരു ഗമ്മ് ഫുള്ളുണ്ട്, പക്ഷേങ്കിൽ ഇത് അതുപോലെ നന്നായിട്ട് വരുന്നില്ല. ഇനി എല്ലാവരും നല്ല വൃത്തിക്ക് ഗമ്മൊക്കെ ആയി കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങൾ വിചാരിക്കണ്ട അയ്യേ ഇതാണോ ജേർണൽ ചെയ്യാനായിട്ട് പോകുന്നത് എന്നൊക്കെ. വീട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു ഡയറി ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇനി ഞാൻ അതവിടെ അതേ ഒരു കറക്റ്റായിട്ടുള്ള അളവിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം താഴിലും പിന്നെ അതിൻ്റെ മുകളിലുമായിട്ട് കുറച്ച് ഭാഗം നിങ്ങൾക്ക് കാണാം. കളർ പേപ്പർ വരാത്ത ഭാഗം ഉണ്ടാവില്ലേ, അടിയിലും മുകളിലുമായിട്ട്. അത് നമുക്ക് എന്താക്കി കൊടുക്കാം, നമ്മുടെ കത്രിക വെച്ചിട്ടൊന്ന് മുറിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ അതൊരു ബോറായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കത്രിക കൊണ്ട് മുറിച്ചെടുക്കണം. എന്തായാലും ഇത് കൊളായോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, ഫൈനൽ ലുക്ക് അടിപൊളിയാണ്. ഇനി ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ ഞാനവിടെ ഒന്ന് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ആ വൈറ്റ് പേപ്പർ കാണുന്നവിടെ സ്കെച്ച് കൊണ്ടൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതിൻ്റെ അകത്തോട്ടേക്ക് ഞാൻ മുറിച്ചതിന് ശേഷം ഗ്രിഡ് വരച്ചു കൊടുത്തിട്ട് ഇവിടെ ഞാനൊരു ബോ വരച്ചു കൊടുത്തിട്ടുണ്ട്. ബോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ വേറെ ഡിസൈനിൽ കൊടുക്കാം. ഇനി അതിൻ്റെ ആ ഒരു ബോൻ്റെ കളർ ഉണ്ടാവില്ലേ, പിങ്ക് കളർ, ആ പിങ്ക് കളർ അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ മേക്ക് ഓവർ അടിപൊളിയായിട്ടുണ്ട്. ഇനി ഞാൻ ജേണലിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് എന്തായാലും അടിപൊളിയാണ്. ഫുൾ കാണാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ ആരും സ്കിപ്പ് അടിച്ച് പോകാനായിട്ട് പാടില്ല. ഇനി ഞാൻ ജേണലിന് എഴുതി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യമൊക്കെ വൃത്തിയൊക്കെ ആയിരുന്നു, എന്നാലും സാധാരണ അങ്ങനെ വൃത്തിയാവാറില്ലായിരുന്നു. ഇതെന്തോ കുഴപ്പമില്ല, എൻ്റെ ഇതിൽ വൃത്തിയായി. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്നും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാനിങ്ങനെ കുറച്ചൊന്ന് ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യും. ബൈ.